സൺലൈറ്റിന് പകരം ഈ കണ്ണിലോട്ട് ബ്ലൂ ലൈറ്റ് ഈ മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മുടെ ബോഡി അങ്ങ് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പോൾ ഇത് ഡേ ആണോ നൈറ്റ് ആണോ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, നമ്മൾ അതിനൊരു സീരിയസ്നെസ് കൊടുക്കാതെ പോകുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു മെയിൻ റിസ്ക് ഫാക്ടറാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേറൊരാളുമായിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ഒരു കമ്പാരിസണിലിരിക്കുമ്പോൾ അതൊരു സ്ട്രെസ് ഉണ്ടാവും. ഇല്ലേ, ഹാർട്ട് അറ്റാക്കിന് ശേഷമുള്ള ലൈഫ് ഡിഫറൻ്റ് ആണ്, പക്ഷേ തീരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞപ്പോൾ 1 ഇയർ കഴിഞ്ഞു. അദ്ദേഹം അതിന് ശേഷം സൈക്ലിങ്ങിന് പോകുന്ന ആളാണ്. അപ്പോൾ ഇവർ ഒരു ഹോൾ ഡേ സൈക്കിൾ ചെയ്ത് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഒരു 150-200 കിലോമീറ്റർ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് മെഡലൊക്കെ എന്നെ കാണിച്ചു. ഒരു ക്രോണിക് സ്ട്രെസ്സിലോട്ട് പോകാതിരിക്കുക. അപ്പോൾ നമ്മളൊരു അൺഹെൽത്തി സ്റ്റേജിലോട്ട് പോകുന്നു മെൻ്റലി ആൻഡ് ഫിസിക്കലി എന്ന് തോന്നുമ്പോൾ ഒരു കോമയോ ഫുൾ സ്റ്റോപ്പോ ഇടേണ്ട സ്ഥലത്ത് ഇടുക. അതിനൊരു മടി കാണിക്കരുത്. NABH accredited ആയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ with 40 specialty in all medical disciplines with more than 300 beds. With advanced technology, expert doctors and modern infrastructure, SK Hospitals, touching human lives. ഞാൻ ഉൾപ്പെടെയുള്ള കുറേ മനുഷ്യർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു 30-35 ഇയേഴ്സ് വരെയൊക്കെ ഇഷ്ടംമാതിരി ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ജീവിക്കുക. അതിനുശേഷം ഒരു 40ലേക്ക് അടുക്കുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് നയിക്കുക, ജിമ്മിൽ പോവുക, ഹെവിയായി വർക്കൗട്ട് ചെയ്യുക, പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം. ഇത് എത്രത്തോളം ശരിയാണ്? സോറി ടു സേ, അത് ശരിയല്ല. നമുക്കെപ്പോഴും ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ അസുഖങ്ങൾ ഇൻക്ലൂഡിങ് സ്ട്രോക്ക് ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു 1-2 വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു 4-5 വർഷത്തിൻ്റെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലോ നമ്മുടെ ഹാബിറ്റ്സോ കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ചില മോഡിഫൈ ചെയ്യാൻ പറ്റിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ചിലത് ജനറ്റിക് ആയിട്ടുള്ള നമുക്ക് ജന്മനാ കിട്ടിയ ജീൻസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു ലോങ് ടേം ആയിട്ട് ഒരു 10 ഇയേഴ്സ് 15 ഇയേഴ്സ് ഒക്കെ കൊണ്ട് ഗ്രാജുവലി ബിൽഡായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ലോങ് പീരീഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ഒരു ലോങ് ഡ്യൂറേഷൻ നേച്ചർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന വഴി ഈ അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ അസുഖത്തിലോട്ട് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിനനുസരിച്ച് നമ്മളൊരു 20സിലും 30സിലൊക്കെ ഉള്ള ഒരാൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നമുക്ക് എടുക്കാം, അത് നമുക്ക് 40സിലെത്തുമ്പോൾ കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ 40s കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹാർട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ ബ്ലഡ് വെസൽസിനകത്ത് കൊളസ്ട്രോൾ അക്യൂമുലേറ്റ് ചെയ്യുന്നത്. ഇത് ഓവർ ഇയേഴ്സ്, ഈവൻ നമ്മൾ പഠനങ്ങളിൽ വളരെ ചെറിയ കുട്ടികൾക്ക്, ഈവൻ 10 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, അഡോളസെൻ്റ് കുട്ടികൾക്ക് പോലും ഈ ഫാറ്റി സ്ട്രീക്സ് എന്ന് പറയും, രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ആവുന്നതിൻ്റെ ഫസ്റ്റ് ലക്ഷണങ്ങളാണ് ഫാറ്റി സ്ട്രീക്സ്. അത് അത്രയും ചെറിയ കുട്ടികൾക്ക് വരെ കാണാറുണ്ട്. അതിൽ നിന്ന് പിന്നെ ഇത് ഗ്രാജുവലി ബിൽഡ് ചെയ്ത് ഓവർ ഇയേഴ്സാണ് അവസാനം ഒരു ഹാർട്ട് അറ്റാക്കിലോ സ്ട്രോക്കിലോ ചെന്നെത്തുന്നത്. അപ്പോൾ പ്രിവെൻഷൻ നമുക്ക് ആദ്യം ഡേ 1 മുതലേ വേണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഡോക്ടർ, ഈ ടീനേജേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ഏത് തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ടീനേജിലൊക്കെ ഈ കൊളസ്ട്രോളിൻ്റെ ഫസ്റ്റ് പൊസിഷനൊക്കെ വരാനുള്ളൊരു മെയിൻ കാരണമായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പോഴത്തെ കറൻറ്റ് സിനാറിയോയിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഈ ലാസ്റ്റ് ഒരു 20-30 ഇയേഴ്സ് കൊണ്ടിട്ടുണ്ടായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പലപ്പോഴും വെളിയിൽ നിന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ്സ് ഭയങ്കര കാലറി ലോഡഡ് ആണ്. അതിനകത്ത് ഫുൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. റിപ്പീറ്റഡായിട്ട് ഈ ഹീറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഓയിൽസും അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ഫാസ്റ്റ് ഫുഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് എക്സ്പോഷർ കുട്ടികൾക്ക് ചെറിയ പ്രായം മുതലേ വന്നു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ 20s ഒക്കെ എത്തുമ്പോൾ തന്നെ അവരുടെ കൊളസ്ട്രോൾ ലെവൽസോ അല്ലെങ്കിൽ അതർ മെറ്റബോളിക് പാരാമീറ്റേഴ്സ്, ഈ ഡയബറ്റീസിൻ്റെ മാർക്കേഴ്സ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാം എലവേറ്റഡ് ആണ്. അത് അവർ ഇതുപോലത്തെ ഒരു ഫുഡ് വളരെ യങ് ഏജ് മുതലേ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ്. പിന്നീട് അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ മുന്നേ ഇരുന്ന പോലെ ആൾക്കാർ നടക്കുന്നത് കുറവാണ്, കൂടുതലും 2 വീലേഴ്സ് അല്ലെങ്കിൽ 4 വീലറാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ ട്യൂഷന് പോകും, അതെ, ഒരു 18 തികയാൻ കാത്തിരിക്കുക ഒരു അതെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവിടും. ഇപ്പോൾ എവിടെ നോക്കിയാലും സ്കൂൾ ബസ്സിൽ വിടുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുക, ട്യൂഷൻ സെൻറ്ററിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇവർ അധികം നടക്കുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, വ്യായാമം കുറവാണ്.
സ്പോർട്സിൽ വരുന്ന കുട്ടികൾ വളരെ കുറവാണ്. ബാക്കി എല്ലാവരും കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ ഡെയിലി റൊട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒരു ക്യുക്കായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കുന്നു. അവിടെ ഇത്രയും ഹോൾ ഡേ പഠിത്തം, അതിൻ്റെ ഇടയിലുള്ള സ്നാക്കിങ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ്, തിരിച്ച് ട്യൂഷൻ സെൻറ്ററിലോ മറ്റോ പോകുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, കുറച്ച് നേരം ഹോംവർക്ക് ചെയ്യുന്നു, പിന്നെ ഉറങ്ങുന്നു. ഇതായിരിക്കും ഒരു 90% കുട്ടികളുടെയും ലൈഫ് സ്റ്റൈല്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു 30-40 ഇയേഴ്സ് മുന്നേ ഇരുന്നൊരു കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു. നമുക്ക് നടക്കേണ്ടി വരും, ഒരുപാട് സ്കൂളുകളിൽ പോകാനും ട്യൂഷനും പോകാനും അല്ലാത്തതിനും ഈവനിങ്ങിലൊരു കളി എല്ലാവർക്കും വളരെ മാൻഡേറ്ററി ആണ്. എല്ലാവർക്കും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു കളി. അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും അവരുടെ ഫുഡ് ഇൻടേക്കും ഡിഫറൻ്റ് ആയിരുന്നു. പിന്നെ സ്ട്രെസ് ലെവലും കുറവായിരുന്നു. നമുക്ക് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഒരു സ്ട്രെസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വരുന്നത്. നമ്മളെല്ലാവരും ജനറ്റിക്കലി തന്നെ എപ്പോഴും ഒരു റേസിൽ ഇരിക്കുന്ന പോലെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു മേക്കപ്പ് അങ്ങനെയാണ്. ഒരു മത്സരം പോലെ, എല്ലാത്തിനും മത്സരം ജയിക്കാൻ വേണ്ടി ജനിച്ച ഒരാളെ പോലെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വേറൊരാളുമായിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ഒരു കമ്പാരിസണിലിരിക്കുമ്പോൾ അതൊരു സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നേ ഇരുന്ന വേൾഡിൽ നമ്മൾ ഇത്രയും ഈ സോഷ്യൽ മീഡിയയും ഇതിൻ്റെ ഒരു കടന്നുകയറ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു ചെറിയ ലോകത്ത് നമ്മുടെ കുട്ടികളും നമ്മളും വളരെ സാറ്റിസ്ഫൈഡ് ആൻഡ് കണ്ടൻറ്റഡ് ആയിരുന്നു. ഇതിപ്പോൾ ഏത് ചെറിയ കുട്ടിയെ നോക്കിയാലും അവരുടെ വീടോ അവരുടെ ചെറിയൊരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലോ നെയ്ബർഹുഡിലോ അല്ല, ദേ ആർ എക്സ്പോസ് ടു ദ ഹോൾ വേൾഡ്. അപ്പോൾ അവർക്ക് അത് പോസിറ്റീവായിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ എപ്പോഴും നമ്മളെയും കാട്ടി നന്നായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് ജീവിക്കുന്ന വേറൊരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മോർ സ്ട്രെസ്ഡാണ് ഇവർ, നാച്ചുറലി ഇവർ മോർ സ്ട്രെസ്ഡാണ്. അവരുടെ സ്ലീപ്പ് റിതംസ് പഴയ പോലെയല്ല. ഇതൊക്കെ കാരണമാണ് നമുക്ക് വളരെ ചെറിയ കുട്ടികൾ മുതലേ ബ്ലഡ് പ്രഷർ, ഈ മെറ്റബോളിക് അസുഖങ്ങൾ, ഇതെല്ലാം ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്ക് അറ്റ് എ യങ് ഏജ്, ഇൻ ഏർലി 30s ഓർ 40 ആവുന്നതിന് മുന്നേ തന്നെ വരുന്നതിൽ കാണുന്നതാണ്. ഇതിൽ നിന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഈ മുതിർന്ന മനുഷ്യർ നമ്മളീ പറയാറുണ്ട് വേദന കൊണ്ട് എൻ്റെ ഹൃദയം വിങ്ങുന്നു എന്നൊക്കെ നമ്മൾ കാവ്യാത്മകമായിട്ട് പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഈ സ്ട്രെസ്സും ഹൃദയത്തിൻ്റെ ആരോഗ്യവും തമ്മിൽ ബന്ധം എങ്ങനെയാണ്? ഉണ്ട്. സ്ട്രെസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു കോമൺ മാനിന് നമ്മൾ ഹാർട്ടിന് അസുഖം ഉണ്ടാക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനത്തെ സ്മോക്കിംഗ്, ഇതൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, നമ്മൾ അതിനൊരു സീരിയസ്നെസ് കൊടുക്കാതെ പോകുന്ന ചില റിസ്ക് ഫാക്ടേഴ്സുണ്ട്. അതിലൊരു മെയിൻ റിസ്ക് ഫാക്ടറാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അക്യൂട്ടായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സല്ല നമ്മൾ ഹാർട്ടിന് പ്രോബ്ലം പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഒരു ക്രോണിക് സ്ട്രെസ്സാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബോഡി എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്, ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്നെ എന്തോ ആക്രമിക്കാൻ വരികയാണ്, എനിക്ക് ജീവന് പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് വേണ്ടി റിലീസ് ചെയ്യുന്ന ഹോർമോൺസാണ് ഈ സ്ട്രെസ് ഹോർമോൺസ്. കോർട്ടിസോളൊക്കെ റിലീസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കുറേ ഗ്ലൂക്കോസൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്നു, നമുക്ക് ഓടാനോ ചാടാനോ ഉള്ളൊരു ബോഡിക്ക് പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നു, ബ്ലഡ് പ്രഷർ, ഹാർട്ട് ബീറ്റൊക്കെ റേസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതാണ് നമുക്ക് ജനറ്റിക്കലി ഈ സ്ട്രെസ്സ് കൊണ്ട് നമ്മൾ ബോഡി റെസ്പോൺസ് ഉണ്ടാകുന്ന അതാണ്. പക്ഷേ പണ്ട് മുതലേ നമ്മൾ ഹണ്ടിങ് അങ്ങനെ ഇരുന്ന ആ ഒരു സമൂഹമാണല്ലോ. അപ്പോൾ ജംഗിളിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഈ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഈ കോർട്ടിസോൾ സിസ്റ്റം. അപ്പോൾ ഇത് അക്യൂട്ട്ലി നമുക്ക് ആവശ്യമാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് പെട്ടെന്നൊരു സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞു, പെട്ടെന്ന് നമ്മുടെ കുട്ടി അപ്പുറത്ത് ദൂരെയാണ് നിൽക്കുന്നത്, അതിന് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഓടി അവിടെ എത്തും. സാധാരണ പറ്റാത്ത അത്രയും സ്പീഡിൽ നമ്മൾ ഓടും. അത് ഈ ഒരു സ്ട്രെസ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് തന്നെ നമ്മുടെ ഡേ ടു ഡേ, രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നവരെ ഈ ഒരു സ്റ്റേറ്റിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഒരാളിരുന്നാൽ നമ്മുടെ ബോഡിക്ക് എന്ത് ഹാംഫുൾ ആണെന്ന് നോക്കുക. അതാണ് ഈ ക്രോണിക് സ്ട്രെസ്സ് കാരണം നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ഇത് ഷുഗർ കൂട്ടും, ബ്ലഡ് പ്രഷർ കൂട്ടും, ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അബ്ഡമനിൽ മറ്റും ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കും, സ്ലീപ്പ് ഡിസ്റപ്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് ക്രോണിക് സ്ട്രെസ്സ് എപ്പോഴും പെട്ടെന്നൊരു ടെസ്റ്റ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. ഇപ്പോൾ ഷുഗർ കൂടുതലാണെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാം. അപ്പോൾ അതുപോലെ ഒരു ടെസ്റ്റ് വഴി മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഈ ക്രോണിക് സ്ട്രെസ്സ്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ബാക്കി എല്ലാ ഈ കാര്യങ്ങളും കൂട്ടുകയും അതുവഴി ഒരാളെ കാർഡിയോവാസ്കുലർ ഡിസീസസിലോട്ട് പുഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ,
ഡോക്ടർ, ഈ പറഞ്ഞതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ, ഈ ഒരുപാട് സമയം സ്ക്രീനിൽ ചിലവഴിക്കുന്നവർ, റീൽസ് കണ്ട് ചിലവഴിക്കുന്നവർ, ലേറ്റ് നൈറ്റ് സ്ലീപ്പിലേക്ക് പോകുന്നവരൊക്കെ അപ്പോൾ ഹൃദയാരോഗ്യം ചലഞ്ച് ചെയ്യുകയാണെന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാം അല്ലേ? അതെ, കറക്റ്റ്. നമുക്കൊരു സിർക്കേഡിയൻ റിതം എല്ലാവർക്കും ഉള്ളതാണ്. സിർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞാൽ ബോഡി നമ്മൾ രാവിലെ ഉണരുന്നു, സൺലൈറ്റ് വരുന്നതനുസരിച്ച് ബോഡി ആ സ്ലീപ്പിൽ നിന്ന് നമ്മുടെ ടെമ്പറേച്ചറൊക്കെ റേസ് ചെയ്യുന്നു. നമ്മൾ ഡേയിലുള്ള ആക്ടിവിറ്റിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറേ ഹോർമോൺസിൻ്റെ ലെവൽസ് ഇൻക്രീസ് ആകുന്നു. അത് കഴിഞ്ഞ് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് സൺസെറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്ലീപ്പിന് പോകേണ്ട ടൈം ആകുമ്പോഴത്തേക്കും ഈ ഹോർമോൺസിൻ്റെ ലെവലൊക്കെ കുറയുന്നു. മെലറ്റോണിൻ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. പതുക്കെ അതിൻ്റെ സെക്രീഷൻസ് കൂടുന്നു, പതുക്കെ നമുക്ക് ഉറക്കം വരുന്നു, നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നു. ബോഡി ആ സ്ലീപ്പിൽ, ഡീപ്പായിട്ടുള്ള സ്ലീപ്പിൽ അന്നത്തെ ഡേയിലുണ്ടായ ഇഞ്ചുറീസും മറ്റു കാര്യങ്ങളും എല്ലാം റിക്കവർ ചെയ്യുന്നു, അതിനെല്ലാം റിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അടുത്ത ദിവസത്തെ ഇതിനു വേണ്ടി ബോഡി പ്രിപ്പയർഡ് ആവുകയാണ്. ഈ സൈക്കിളാണ് സിർക്കേഡിയൻ റിതം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഹോർമോൺസിൻ്റെ പ്ലേ ഉണ്ട്. ചില ഹോർമോൺസ് ചിലപ്പം കൂടുന്നു, കുറയുന്നു. അതനുസരിച്ചാണ് നമ്മുടെ ഈ ആക്ടിവിറ്റീസ്, ബ്ലഡ് പ്രഷർ, ഷുഗർ, ഈ ഉറക്കം വരുന്നത്, അലർട്ടായിട്ടിരിക്കുന്നത്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഹോർമോൺസിൻ്റെ ലെവൽസ് വെച്ചാണ്. അപ്പോൾ ഈ സൺലൈറ്റിന് പകരം ഈ കണ്ണിലോട്ട് ബ്ലൂ ലൈറ്റ് ഈ മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മുടെ ബോഡി അങ്ങ് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പോൾ ഇത് ഡേ ആണോ നൈറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ രാത്രി 11 മണിക്കും 12 മണിക്കും കണ്ടിന്യൂസ്ലി നമ്മൾ ഈ സ്ക്രീനിന് എക്സ്പോസ്ഡ് ആയിട്ടിരുന്ന് അലർട്ടായിട്ടിരിക്കുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് രാത്രി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ലൈക്ക് മെലറ്റോണിൻ അതിൻ്റെ അളവ് ഇൻക്രീസ് ആകുന്നില്ല. ഈ കോർട്ടിസോൾ പോലത്തെ ഹോർമോൺ നമ്മൾ അലർട്ടായിട്ട് വെക്കുന്ന ആ ഹോർമോൺസ് അതിൻ്റെ ലെവൽ താഴോട്ട് പോകുന്നുമില്ല. പക്ഷേ ബോഡിക്ക് ഒരു കൺഫ്യൂഷനാണ്, ഇത് പകലാണോ രാത്രിയാണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി നമ്മൾ ബോഡിയിൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുകയും ഈ സ്ലീപ്പ് ഡിസ്റപ്ഷൻസ് കുറേ മാസങ്ങൾ, വർഷങ്ങൾ അങ്ങനെ തുടരുമ്പോഴത്തേക്കും മെറ്റബോളിക് അസുഖങ്ങൾ, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, ഒബീസിറ്റി, ഇതെല്ലാം ഉണ്ടാകുകയും ഇതുവഴി കാർഡിയോവാസ്കുലർ ഡിസീസിലോട്ട് നമ്മൾ പുഷ് ചെയ്യപ്പെടുകയും ചെയ്യാണ്. ഡോക്ടർ, അതുപോലെ കേട്ടിട്ടുണ്ട്, ഈ നമ്മളൊരു 30-35 ഇയേഴ്സൊക്കെ ആകുമ്പോൾ ജിമ്മിലേക്ക് പോകുന്നു, എന്നിട്ട് ഹെവി ആയി വർക്കൗട്ട് ചെയ്യുന്നു. അതുവരെ വളരെ റിലാക്സ്ഡായി ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു ഹെവി വർക്കൗട്ടിലേക്കൊക്കെ പോകുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഹൃദയാരോഗ്യത്തിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഹാനിയോ ഉണ്ടാക്കുന്നുണ്ടോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് 30 വയസ്സോ 40 വയസ്സോ കഴിഞ്ഞല്ല. അപ്പോൾ നമ്മളൊരു അൺഹെൽത്തി ലൈഫാണ് ലീഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു 10-15 കൊല്ലം കൊണ്ട് ഓൾറെഡി ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ പ്ലാക്ക് ബിൽഡപ്പ്, ഈ കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിറ്റ്സ് ഹാർട്ടിലോ മറ്റ് ബ്ലഡ് വെസൽസിലോ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ്, ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അല്ലെങ്കിൽ അബ്ഡമിന് ചുറ്റുമുള്ള ഫാറ്റ് അക്യൂമുലേഷൻ, ഇങ്ങനെ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും, ഞാൻ ഒരിക്കലും ചെയ്യേണ്ടെന്ന് പറയില്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമ്മളിപ്പോൾ 35 വയസ്സ് വരെ ഒന്നും ചെയ്തില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി ചെയ്യത്തില്ല എന്നല്ല, യു ഷുഡ് സ്റ്റാർട്ട്. പക്ഷേ ഒരു മോണിറ്റേർഡായിട്ട് നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ച് ഹാർട്ടിൻ്റെ ചെക്കപ്പ്, ECG, എക്കോ, ട്രെഡ്മിൽ, അതുമല്ല അതിന് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുവാണെങ്കിൽ കാർഡിയാക് CT അല്ലെങ്കിൽ കൊറോണറി ആൻജിയോഗ്രാം, ഇങ്ങനെയുള്ള സ്ട്രെസ് ടെസ്റ്റുകൾ, ഇതെന്തെങ്കിലും ആവശ്യപ്പെടും. അത് ചെയ്ത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കതിലെന്തെങ്കിലും മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഗ്രാജുവലി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഓവർ ഫ്യൂ മന്ത്സ് നമുക്ക് ബോഡിയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഇൻറ്റൻസിറ്റി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാം. നമ്മളിതൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തോന്നും നാളെ മുതൽ ജിമ്മിൽ പോകണം, നാളെ മുതൽ എല്ലാം നന്നാകണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് പ്രഷറുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഓൾറെഡി ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ടുണ്ടോ, ഒന്നും അറിയാതെ പെട്ടെന്ന് പോയി ഒരുപാട് എക്സസൈസിലോട്ട് ഒരു ദിവസം ചാടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഡോക്ടർ, അതുപോലെ കേട്ടിട്ടുണ്ട്, ഈ വർക്ക് ടൈം പോലെ തന്നെ പ്രധാനമാണ് റെസ്റ്റ് ടൈം എന്നും. അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അതെ, ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് വളരെ ഇതായിട്ട് അറിയാം. നമ്മൾ ഒരു ദിവസം വർക്കൗട്ട് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് ടയറാവും, ബോഡിയിൽ അതൊരു ഇൻഫ്ലമേഷനും സ്ട്രെസ്സും ഉണ്ടാക്കും. അപ്പോൾ അത് പ്രോപ്പർ സ്ലീപ്പ് വഴിയും ഡയറ്റ്, എക്സസൈസ് കഴിഞ്ഞിട്ടുള്ള ഈ പ്രോട്ടീൻ, മറ്റേ ഒമേഗ 3, അങ്ങനെ കുറേ ഡയറ്റ്സ് മോഡിഫിക്കേഷൻ ഉണ്ട്. ഇതുവഴി ആ സാധനങ്ങളെല്ലാം റിപ്പയർ ചെയ്ത് ആ ബോഡി നെക്സ്റ്റ് എക്സസൈസ് അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കൗട്ടിന് ഫിറ്റായിട്ടേ നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നവർ ഈ പറഞ്ഞ 35-40 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വർക്കൗട്ടിന് വേണ്ടി വരുന്നവരടുത്ത് ഒരു വീക്ക്ലി 3 ഡേയ്സൊക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്യാവുള്ളൂ. ഒരു 1 ഡേ വർക്കൗട്ട് ചെയ്തിട്ട് 1 ഡേ ബ്രേക്ക് കൊടുക്കാം, നെക്സ്റ്റ് ഡേ ചെയ്താൽ മതി.
അപ്പോൾ ആ ഒരു 48 hours കൊണ്ട് നമ്മുടെ ബോഡി റിക്കവർ ചെയ്ത് വന്നതാണ്. ഇത് റിക്കവർ ആയില്ല, നമ്മൾ പിന്നെയും അതിന് സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി വീക്ക്ലി 5 days 6 days നല്ല ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അത് ലോങ് ടേമിൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാക്കുകയും ബോഡിയിൽ ക്രോണിക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഡോക്ടർ, അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, പലർക്കും ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മുന്നേ സൈലൻ്റ് അറ്റാക്സ് വന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊരു ഹൃദയത്തിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഏത് ഭാഗത്തായിട്ടാണ് വേദന വരിക? അതിൻ്റെ ഒരു സൂചന ശരീരം തരാറുണ്ടോ? എന്താ തോന്നുന്നു? നമുക്കത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വേദന വരുന്നത് വഴി ഇത് ഹാർട്ടിൻ്റെ ആണ്, ഇത് ഹാർട്ടിൻ്റെ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ വാക്കിൽ തന്നെ ഉണ്ട് സൈലൻ്റ് അറ്റാക്ക് എന്ന്. അപ്പോൾ വേദന ഇല്ലാതെയും അറ്റാക്ക് വരാം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ വേദന ഡെഫിനറ്റ്ലി അറ്റാക്കാണ് എന്ന് പറയുന്നുമില്ല, എല്ലാ അറ്റാക്കുകൾക്കും വേദന വരണമെന്നില്ല. രണ്ട് രീതിയിലുമാകാം. നെഞ്ചിൽ ഈ ഏരിയയിൽ സെൻട്രലായിട്ടുള്ള ഡിസ്കംഫേർട്ട്, ചിലപ്പം ലെഫ്റ്റ് ഹാൻഡിലോട്ടോ റൈറ്റിലോട്ടോ ആ ഡിസ്കംഫേർട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നാം. നേരെ ഇതിൻ്റെ പുറകിൽ കുറുക്കിലായിട്ട് വേദന ഉണ്ടാവാം. ഇവിടെ നിന്നുണ്ടാകുന്ന ഡിസ്കംഫേർട്ട് ത്രോട്ടിലോട്ട് പോകുന്ന പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ ത്രോട്ടിൽ മാത്രം ഡിസ്കംഫേർട്ട് ഉണ്ടാവാം. ചിലവർക്ക് ഇതൊന്നും അല്ലാതെ ജോയിൽ ഈ ഏരിയയിൽ മാത്രം ഒരു പെയിനും ഡിസ്കംഫേർട്ടും ഉണ്ടാവാം, നടക്കുമ്പോഴോ എക്സസൈസ് ചെയ്യുമ്പോഴോ. അതല്ലെങ്കിൽ ഇവിടെ ഒരു വേദന വന്നിട്ട് ഇത് ജോയിലോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന പോലെ ഉണ്ടാകാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ്. പക്ഷേ ഇത് ഇല്ല എന്ന് വിചാരിച്ച ഒരാൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഇല്ല എന്നല്ല. ചിലവർക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് കൊണ്ട് ഈ കയ്യിലോട്ട് കഴപ്പുണ്ടാകാം. കോസ്റ്റോകോൺട്രൈറ്റീസിന് നമ്മൾ ഇവിടെയുള്ള ജോയിൻറ്റിലുള്ള ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ വേദന വേദനയായിരിക്കും. നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ ഇവിടെ വേദന ഉണ്ടാകും. അപ്പോൾ സ്പൈനൽ ഇഷ്യൂസ് കൊണ്ട് കഴുത്തിലും ലോ ബാക്കിലും ഒക്കെ ഉള്ള ഇഷ്യൂസ് കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഹാർട്ടിൻ്റെ വേദനയ്ക്ക് അതർ ഡയഗ്നോസ് പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ ഡയറക്റ്റ്ലി ഡോക്ടറെ കണ്ട് മറ്റ് ടെസ്റ്റുകൾ ചെയ്യുക എന്നല്ലാതെ നമ്മളായിട്ട് ഡയഗ്നോസ് ചെയ്യരുത്. എനിക്ക് ഹാർട്ടിന് അതെ കുഴപ്പമുണ്ട് ഇല്ല എന്ന് നമ്മളൊരു തീരുമാനം എടുക്കല്ലേ. ചിലപ്പോൾ നിങ്ങൾ ഒ പിയിൽ വന്ന് ഞങ്ങളോട് പറയുമ്പോഴേ എനിക്ക് ഇവിടെ ഒരു വേദനയുണ്ട്, ഇവിടെ ഒരു എരിച്ചിലുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോലും ചിലപ്പം മറ്റ് ടെസ്റ്റുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ അസുഖമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മളായിട്ട് നമ്മുടെ സിംറ്റം വെച്ചിട്ട് ആണ് അല്ല രണ്ട് തീരുമാനവും എടുക്കരുത്. ഓക്കെ ഡോക്ടർ, ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു, നമുക്കറിയുന്നത് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ആ പ്രോസസ്സ് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ അത് നെഞ്ചുവേദനയുള്ളൊരു പേഷ്യൻറ്റ് നമ്മുടെ കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ, എമർജൻസി റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ECG എടുക്കുന്നു. ECGയിൽ വേരിയേഷൻസ് എന്തെങ്കിലും കാണുന്നുണ്ട്. ചില ഹാർട്ട് അറ്റാക്ക് ഓബ്വിയസ്ലി ECG എടുത്തു കഴിയുമ്പോൾ ആ സെക്കൻഡ് തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു മേജർ അറ്റാക്ക് ആണെന്നുള്ളത്. അപ്പോൾ ചിലത് അങ്ങനെ ആയിരിക്കത്തില്ല, മൈനർ ചേഞ്ചസ് ആയിരിക്കാം. നമ്മൾ അതിൻ്റെ കൂടെ ബ്ലഡിൽ ചിലപ്പം കൺഫേം ചെയ്യാൻ വേണ്ടി ട്രോപ്പോണിൻസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അതും ചെയ്ത് നോക്കാറുണ്ട്. അതായിരിക്കും ചിലപ്പം കൺഫർമേറ്ററി ആയിട്ട് കിട്ടുന്നത്. ECGയിൽ വലിയ പ്രോബ്ലം കാണത്തില്ല, അങ്ങനെയും ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പോൾ ഇത് ഏതാണെങ്കിലും മറ്റേ നമ്മൾ ECGയിൽ കാണുന്ന ഓബ്വിയസ് ആയിട്ടുള്ള മേജർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ട്രോപ്പോണിൻ പോസിറ്റീവ് ആയിട്ടുള്ള അറ്റാക്ക്, ഈ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഏർലി ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യുക, സബ്സിക്വൻ്റ്ലി ആൻജിയോപ്ലാസ്റ്റിയിലോട്ടോ അല്ലെങ്കിൽ റീവാസ്കുലറൈസേഷൻ, അതായത് അടഞ്ഞിരിക്കുന്ന ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യാനുള്ള തെറാപ്പി, ഏതർ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ്, ആ ഒരു റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയറിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇതിനകത്ത് ഈ ആദ്യം ഞാൻ പറഞ്ഞ മേജർ അറ്റാക്ക് എന്നുദ്ദേശിക്കുന്നത് ഒരു ബ്ലഡ് വെസൽ 100% ബ്ലഡിൻ്റെ ക്ലോട്ട്, ഈ കൊഴുപ്പിൻ്റെ അംശങ്ങൾ ഇതെല്ലാം ചേർന്ന് ബ്ലോക്കായിരിക്കുന്നു. അത് കാരണമുള്ള സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ ആൻഡ് ECG ചേഞ്ചസ്. അതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഹാർട്ട് അറ്റാക്കിനെ സ്റ്റെമി എന്ന് പറയും, അതിനെ ഇമ്മീഡിയറ്റ്ലി തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കയ്യിലോ ഈ റേഡിയൽ ആർട്ടറി എന്ന് പറയുന്ന കയ്യിലുള്ള ഞരമ്പ് വഴിയോ തുടയിലുള്ള ഫിമറൽ ആർട്ടറി എന്ന് പറയുന്ന ഞരമ്പ് വഴിയോ ഹാർട്ടിൻ്റെ അകത്തോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഈ രക്തക്കുഴലിനകത്തൊരു ബ്ലോക്ക് ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ആൻജിയോഗ്രാം വഴി കൺഫേം ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ബ്ലോക്കാണ് എങ്കിൽ ആ ബ്ലോക്ക് റിമൂവ് ചെയ്യാനുള്ള ബലൂൺ ആൻഡ് സ്റ്റെൻഡിങ് അതിൻ്റെ കൂടെ ചെയ്യുന്നു. ഇതാണ് ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളത്. മറ്റേ ഗ്രൂപ്പ് ഈ ട്രോപ്പോണിൻ പോസിറ്റീവായിട്ടിരിക്കുന്നു, ECGയിൽ വലിയ ചേഞ്ച് ഇല്ല, അങ്ങനെയുള്ളവരെ നമ്മൾ പെയിനും പേഷ്യൻ്റെ മറ്റ് സിംറ്റവും വെച്ച് എത്ര എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നു. ചില ആൾക്കാർക്ക് നമ്മൾ 1 day or 2 days ഈ ഹെപ്പാരിൻ പോലത്തെ ഇഞ്ചെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യും. അല്ലെങ്കിൽ ചില പേഷ്യൻസിന് ഇമ്മീഡിയറ്റ്ലി തന്നെ ആൻജിയോഗ്രാമിന് എടുക്കുന്നു, അവരും ഇതേ പാത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എത്ര ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ കാഠിന്യം എത്ര, അതിൽ കാൽഷ്യം എത്ര, അതിൻ്റെ ലെങ്ത് എത്ര, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ആൻജിയോപ്ലാസ്റ്റി ആയിരിക്കുമോ ആ പേഷ്യൻറ്റിന് നല്ലത്, അതെല്ലാം സർജറി വഴി ബൈപ്പാസ് വഴി ചെയ്യുന്നതായിരിക്കുമോ നല്ലത് എന്നൊരു ഡിസിഷൻ എടുത്തിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഓക്കെ,
ഡോക്ടർ, ഈ ബൈപ്പാസ് സർജറിയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ അധികം കേട്ടിട്ടില്ല, നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ബൈപ്പാസ് സർജറിയിലേക്ക് നമ്മൾ പോകുന്നത്? മുന്നേ നമ്മൾ ബൈപ്പാസ് സർജറി ഒരുപാട് കോമൺ ആയിട്ട് ചെയ്യുമായിരുന്നു. ചില പ്രത്യേകതരം ബ്ലോക്കുകൾ, ഈ 100% അടഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ, മെയിനായിട്ടുള്ള രക്തക്കുഴലിലുള്ള ബ്ലോക്കുകൾ, കാൽഷ്യമുള്ള ബ്ലോക്കുകൾ, ഇങ്ങനത്തെ എല്ലാ ബ്ലോക്കുകൾക്കും നമ്മൾ സർജറി ആയിരുന്നു ആദ്യ കാലങ്ങളിലുള്ളത്. പക്ഷേ അന്ന് ആൻജിയോപ്ലാസ്റ്റി അത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു, അതിൻ്റെ ടെക്നീക്സ് അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. അത് ഒരു ഇനീഷ്യൽ സ്റ്റേജസിലായിരുന്നുകൊണ്ട് സർജറി ആയിരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ സർജറിയിലോട്ട് റെഫർ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് മോർ അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. അതുവഴി നമുക്ക് ഇതുപോലെ ഉണ്ടായിരുന്ന മൾട്ടിപ്പിൾ ബ്ലോക്സും റിമൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കാൽഷ്യം കൂടിയിരിക്കുന്ന ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ചില പേഷ്യൻസിന് ബൈപ്പാസ് ആയിരിക്കും ഐഡിയൽ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ലോകത്തിപ്പോൾ ബൈപ്പാസ് നടക്കുന്നില്ല എന്നല്ല, ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. US UK ഒക്കെ വലിയ സെൻറ്റേഴ്സിൽ പോലും ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അത് ചില പർട്ടിക്കുലർ പേഷ്യൻസിന് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അത് നിശ്ചയിക്കുന്നത് നമ്മൾ ബ്ലോക്കിൻ്റെ നീളം, ബ്ലോക്ക് എത്ര എണ്ണമുണ്ട്, അത് ഇരിക്കുന്ന സ്പോട്ട് എവിടെയാണ്. ചിലപ്പം 2 രക്തക്കുഴൽ ബൈഫർക്കേറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കാം. സ്റ്റെൻഡ് ചെയ്യുന്ന വഴി ആ പേഷ്യൻറ്റ് ചിലപ്പം എന്തെങ്കിലും റിസ്ക് ഉണ്ട്, ഹാംഫുള്ളായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ടാവാം. ഒരുപാട് സ്റ്റെൻഡ് ഇടേണ്ടി വരുന്നുണ്ട്. ഹാർട്ടിൻ്റെ പമ്പിങ്, ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, ഇപ്പോൾ ഇവർക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 or 2 ഇയേഴ്സിനകത്ത് ഈ സ്റ്റെൻഡ് വീണ്ടും അതിനകത്ത് കൊഴുപ്പ് അക്യൂമുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മസിൽ ഗ്രോത്ത് വന്നിട്ട് വീണ്ടും ഇഷ്യൂസായിട്ട് വരാം. അപ്പോൾ നമുക്കൊരു ബ്ലഡ് വെസലിൻ്റെ തുടക്കം മുതൽ താഴെ വരെ സ്റ്റെൻഡ് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് അടഞ്ഞെങ്കിൽ പിന്നെ ചിലപ്പം സർജറി ചെയ്യാനും പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിന് ബൈപ്പാസ് ആയിരിക്കും നല്ലതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. യൂഷ്വലി സർജനുമായിട്ടും ഡിസ്കസ് ചെയ്ത്, റിലേറ്റീവ്സുമായിട്ടും ഡിസ്കസ് ചെയ്ത് ഈ 2 ഓപ്ഷൻസും ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും ബെനിഫിറ്റും റിസ്ക്കും ഇതാണെന്നുള്ളത് എടുത്തിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും പലപ്പോഴും എടുക്കുന്നത്. ഡോക്ടർ, ഒരു പേഷ്യൻ്റ് വരുന്നു, ഹാർട്ട് ഡിസീസുമായി വരുന്നു, ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു അല്ലെങ്കിൽ സർജറി കഴിഞ്ഞു, അതോടുകൂടി അയാളുടെ ഒരു നോർമൽ ലൈഫ് തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താണ് ഇതിന് ശേഷമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണ് മാറുന്നത്? ഡെഫിനറ്റ്ലി ഹാർട്ട് അറ്റാക്കിന് ശേഷമുള്ള ലൈഫ് ഡിഫറൻ്റ് ആണ്, പക്ഷേ തീരുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു പേഷ്യൻ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളുടെ ഒരു സ്റ്റോറി പറയാം. പുള്ളി എന്നെ റീസെൻ്റ്ലി കാണാൻ വന്നിരുന്നു. അപ്പോൾ പുള്ളിയുടെ 1-2 മെഡലും ഒക്കെ കൊണ്ടുവന്നിരുന്നു. പുള്ളി അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിപ്പോൾ 1 year കഴിഞ്ഞു. അദ്ദേഹം അതിനുശേഷം സൈക്ലിങ്ങിന് പോകുന്ന ആളാണ്. അപ്പോൾ ഇവർ ഒരു ഹോൾ ഡേ സൈക്കിൾ ചെയ്ത് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഒരു 150-200 കിലോമീറ്റർ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് മെഡലൊക്കെ എന്നെ കാണിച്ചു. അപ്പോൾ ഇത് മനസ്സിലാവും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ലൈഫ് തീരുന്നില്ല എന്നുള്ളത്. അപ്പോൾ യു ക്യാൻ കണ്ടിന്യൂ യുവർ നോർമൽ ലൈഫ്, പക്ഷേ ഗ്രേഡഡ് ആയിട്ട് നമ്മൾ എക്സസൈസും റീഹാബിലിറ്റേഷൻ പ്രോസസ്സും ഒരു ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയുടെ ഗൈഡൻസോടുകൂടി റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഏർലി ഫേസ് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 1 or 2 weeks അത് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇനീഷ്യൽ 4 to 6 weeks വരെ അടുത്ത സ്റ്റേജ് ഔട്ട് പേഷ്യൻ്റായിട്ട് പേഷ്യൻറ്റിനെ കണ്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന, അത് കഴിഞ്ഞിട്ട് ലോങ് ടേം റീഹാബിലിറ്റേഷൻ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ആ ഒരു 1 or 2 weeks നമ്മളെപ്പോഴും കുറച്ച് ക്രിട്ടിക്കൽ പീരീഡ് ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ വാക്കിംഗ്, അധികം ബോഡിക്ക് സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള, നമുക്ക് വീട്ടിനൊക്കെ ചുറ്റുമുള്ള വാക്കിംഗ്, റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഏർലി ആയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിൽ ഹോസ്പിറ്റൽ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനത്തെ ചെറിയ വാക്കിംഗ് എക്സസൈസ് 10-15 minutes ലാസ്റ്റ് ചെയ്യുന്ന ചെറിയ വാക്കിംഗ് ബൗട്ട്സ്, ഇതാണ് നമ്മൾ ആദ്യം അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ആ ഒരു ഫസ്റ്റ് 1 or 2 weeks നിന്ന് റിക്കവറായി വരുമ്പോഴത്തേക്കും ഗ്രാജുവലി നമുക്കൊരു 5-10 minutes വാക്കിംഗ് ടൈം കൂട്ടി ഒരു 30 minutes 45 minutesലോട്ടൊക്കെ ഗ്രാജുവലി ഓവർ 4 to 6 weeks വാക്കിങ്ങിലോട്ട് എത്തിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേഷ്യൻ്റ് എപ്പോഴും ഓരോ ആൾക്കാരും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം അവരുടെ ഹാർട്ടിന് എത്രത്തോളം ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഹാർട്ട് റിതം ഡിസ്റ്റർബൻസ്, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, ഏട്രിയൽ ഫിബ്രിലേഷൻ, ഇങ്ങനെയൊക്കെ പറയും, ഹാർട്ട് റിതത്തിൻ്റെ ഡിസ്റ്റർബൻസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും എപ്പിസോഡ്സ് വന്നിട്ടുണ്ടോ, അവർക്ക് ഹാർട്ടിൽ ക്ലോട്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഫർദർ എത്രത്തോളം എക്സേഷനിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ചില പേഷ്യൻസ് വളരെ സിക്കാണ്, അവർക്ക് ഹാർട്ട് വളരെ വീക്കാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ആക്ടിവിറ്റിയിലോട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും. ചിലവർക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞെങ്കിലും ഹാർട്ട് പെട്ടെന്ന് റിക്കവറായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ് എങ്കിൽ നമുക്ക് 4 to 6 weeks കഴിയുമ്പോഴത്തേക്കും ഗ്രേഡഡ് ആയിട്ടുള്ള എക്സസൈസ് ഇൻക്ലൂഡിങ് വെയ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം.
പക്ഷേ അണ്ടർ സൂപ്പർവിഷൻ, നമ്മളൊരു ഡോക്ടറിൻ്റെ ഇതിലൂടെ ആ പേഷ്യൻ്റ് എത്രത്തോളം എക്സേർട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഡോക്ടർ, അതുപോലെ തന്നെ 5+2 ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് ഈ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ BP യുടെ ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നു. പക്ഷേ ഞങ്ങൾക്കത് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളൊരു സംശയം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ലൈഫ് ലോങ് മെഡിക്കേഷൻ ആവശ്യമുണ്ടോ? അതെ, അത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ്. പല പേഷ്യൻസും വന്ന് നമ്മളോട് പറയാറുണ്ട്, എനിക്ക് കൊളസ്ട്രോളൊക്കെ നോർമലാണ്, ഇനിയും ഈ മരുന്ന് കഴിക്കണോ, മുന്നേയും കൊളസ്ട്രോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ എന്തിനാണ് ഇത് തരുന്നതെന്നൊക്കെ. അപ്പോൾ ചിലപ്പം ഇതറിയാതെ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു, ബന്ധുക്കളോ മറ്റാരെങ്കിലും ഒക്കെ ഇതെന്തിനാണ് ഇതൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ചില നിർത്തിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, സ്റ്റെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു, ബൈപ്പാസ് കഴിഞ്ഞു, ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു 2-3 ടൈപ്പിലെ മരുന്ന് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസം വരും എന്നല്ലാതെ മരുന്നുകൾ 2-3 ടൈപ്പിൽ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഒന്ന് മെയിനായിട്ടുള്ളതാണ് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ടാബ്ലറ്റ്, ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മരുന്ന് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് തന്നെ ഈ ആസ്പിരിൻ പോലത്തെയും വേറൊരു മരുന്ന്, 2 ടൈപ്പിലെ മരുന്ന് യൂഷ്വലി for 6 months to 1 year കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന്. അപ്പോൾ ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, കൊളസ്ട്രോളിൻ്റെ അളവ് നോർമലാണെങ്കിൽ പോലും നമ്മൾ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ACC എന്നൊക്കെ പറയുന്ന ഗൈഡ് ലൈൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ ഡോസ് കൊളസ്ട്രോൾ ലോവറിങ് മരുന്നുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസാണ്. ഇപ്പോൾ നമ്മൾ 40 mg അല്ലെങ്കിൽ 80 mg കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ്സ് ലൈഫ് ലോങ് കഴിക്കണമെന്നാണ് അഡ്വൈസ്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് പേഷ്യൻ്റെ കൊളസ്ട്രോൾ ലെവലും അവർ ചിലപ്പോൾ അതിൻ്റെ സിംറ്റംസ് അത് എടുക്കുമ്പോൾ അവർക്ക് മസിൽ പെയിൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ ഡോസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അത് കൊളസ്ട്രോൾ ലെവൽ നോർമലാണെങ്കിലും കഴിക്കണം, അത് നിർത്താൻ പാടില്ല. അത് ഈ സ്റ്റെൻറ്റിനകത്ത് വീണ്ടും കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സും മസിൽ ഗ്രോത്തും വന്ന് രണ്ടാമത് ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡ്രഗ് തരുന്നത്. കൊളസ്ട്രോൾ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഈ മരുന്നിന് വേറെയും ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ പുതിയൊരു ബ്ലോക്ക് ഡെവലപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ ഉള്ള ബ്ലോക്കിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാതിരിക്കാനും, അല്ലെങ്കിൽ ഉള്ളൊരു 30% ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് റപ്ചറായിട്ട് അടുത്ത അറ്റാക്കിലോട്ട് പോകാതിരിക്കാനും, അങ്ങനെ പല ഗുണങ്ങളും ഈ മെഡിസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ ഒരു മെഡിസിൻ ലൈഫ് ലോങ് ആയിട്ട് വേണം. അതിൻ്റെ ഡോസ് ഡോക്ടർ നിശ്ചയിക്കും. പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ബ്ലഡ് പ്രഷറിനൊക്കെ കൊടുക്കുന്ന പോലത്തെ ചില മരുന്നുകൾ ആവശ്യമുണ്ട്. അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി തരുന്നതല്ല, ഹാർട്ടിൻ്റെ പമ്പിങ്ങിനോ അല്ലെങ്കിൽ ഹാർട്ടിന് ചെറിയ ക്ഷതം വന്നത് മാറാനോ വേണ്ടിയുള്ളതാണ്. അതും യൂഷ്വലി ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ്, നമ്മളായിട്ട് നിർത്തരുത്. നമ്മളായിട്ട് മറ്റുള്ളവർ റിലേറ്റീവ്സ് പറഞ്ഞു, അവർ പറഞ്ഞു പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യരുത്. ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും, ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ ഡിസൈഡ് ചെയ്യാവുള്ളൂ. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ 5+2 ഒക്കെ കഴിഞ്ഞവിടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൃത്യമായും ഇതൊക്കെ നോയാണ് എന്ന് പറയാവുന്ന കൃത്യമായ നോകൾ ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കംപ്ലീറ്റ്ലി നിർത്തണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്മോക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ കാണുന്ന യങ്ങായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിൽ പലവരും സ്മോക്കിംഗ് എക്സ്പോഷർ ഉള്ളവരാണ്. സ്മോക്കേഴ്സിന് കാണുന്നത് യൂഷ്വലി ഈ രക്തക്കുഴലിനകത്ത് കൊളസ്ട്രോൾ ബിൽഡ് ചെയ്ത് ഒരുപാട് 90% ആയിട്ട് അടഞ്ഞു പോകുന്ന അങ്ങനത്തെ അറ്റാക്കിനെയും കാട്ടി കൂടുതൽ കുറച്ചൊരു 20% 30% ബ്ലോക്കേ വന്നിട്ടുള്ളൂ. പക്ഷേ അത് ഭയങ്കര അൺസ്റ്റേബിളാണ്. അത് റപ്ചറായിട്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ സ്മോക്കിംഗ് ഒരു അബ്സല്യൂട്ട് നോ ആണ്. പിന്നെ നമ്മുടെ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതിനകത്ത് ഈ ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് പാടില്ല, അൺഹെൽത്തി ആയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റ്. പിന്നെ നമ്മളെപ്പോഴും അധികം സ്ട്രെസ് ചെയ്യാത്തൊരു കാര്യമാണ് ഹൈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്. അത് നമ്മുടെ എല്ലാവരുടെയും ഡയറ്റിലുള്ള ഒരു കാര്യമാണ്. ചോറും ചപ്പാത്തിയും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, മൈദ, ഇതെല്ലാം ഈ കാർബോഹൈഡ്രേറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ചോറിനെയും കാട്ടി ചപ്പാത്തി നല്ലത് എന്നല്ല, രണ്ടും കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡ് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു മെറ്റബോളിക് ഡിസീസാണ്. ഈ ഹാർട്ടിനുണ്ടാകുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു മെറ്റബോളിക് ഡിസ്റ്റർബൻസ് കാരണം വരുന്ന ഈ ഡയബറ്റീസ് പോലെ പ്രഷർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഇതെല്ലാം ആ ഒരു മെറ്റബോളിക് ഡിസീസ് വന്നിട്ട് അതിൻ്റെ ഇഫക്റ്റായിട്ട് വരുന്നതാണ്. അതിനെപ്പോഴും ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ കൺട്രിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയും ഹെൽത്തി ഫാറ്റിൻ്റെ അളവ് കൂട്ടുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റ് മോഡിഫിക്കേഷൻ എന്തായാലും എല്ലാവരും കൊണ്ടുവരണം. ഓക്കെ ഡോക്ടർ, അതുപോലെ നമ്മൾ അധികം സംസാരിക്കാതെ പോകുന്നതാണ് ഈ കുഞ്ഞുങ്ങളിലെ ഹാർട്ട് ഡിസീസിനെ കുറിച്ച്.
എത്ര ഏജ് മുതൽ അവർ ഹാർട്ട് ഡിസീസിന് പ്രോണാണ്? എങ്ങനെയാണ് ആ കേസ് വരാറ്? നമ്മൾ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി അഡൽട്ടിലുള്ള ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി അറ്റാക്ക് വരുന്നു, അങ്ങനെയുള്ള അസുഖങ്ങളല്ല പൊതുവെ കുട്ടികൾക്ക് കാണുന്നത്. നമ്മൾ പീഡിയാട്രിക് കാർഡിയോളജി, അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെയാണ്, അതിൻ്റെ എക്സ്പേർട്സാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ ഹാർട്ട് ഡിസീസ് യൂഷ്വലി നമ്മൾ കൺജനിറ്റൽ ഹാർട്ട് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതാണ് വളരെ കോമൺലി എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഹാർട്ടിലെ ഹോളുകൾ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹാർട്ടിലെ 4 അറകളുണ്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വാൾസ് ഉണ്ട്. ഈ വാൾസിൽ ഉണ്ടാകുന്ന ഹോൾസ് അതുവഴി ലെഫ്റ്റിലുള്ള ബ്ലഡ് റൈറ്റിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റിലോട്ടോ, അങ്ങനെ ഒരു ഇൻ്റർമിക്സിങ് നടക്കുന്ന ഇതുപോലെ ഹോള്. അപ്പോൾ അത് മേളിലുള്ള അറയിലുണ്ടാകുന്നതാണെങ്കിൽ ASD എന്ന് പറയും, താഴിലുള്ള അറയിലാണ് വരുന്നതെങ്കിൽ VSD എന്ന് പറയും. പിന്നെ മെയിനായിട്ടുള്ള രക്തക്കുഴലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബുണ്ട്, അത് യൂഷ്വലി ജനിച്ചു കഴിഞ്ഞ് ഒരു 2 days 3 daysനകത്ത് ക്ലോസ് ചെയ്യും. ആ ട്യൂബ് ക്ലോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ PDA എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇതായിരിക്കും കുട്ടിക്ക് കാണുന്നത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കുട്ടികൾക്ക് കാണുന്ന വലിയ ഇതില്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ. ഇതല്ലാതെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഒരു നോർമൽ ആർക്കിടെക്ചർ, ഇപ്പോൾ നമ്മുടെ ഒരാളുടെ മുഖത്ത് 2 കണ്ണ്, മൂക്ക്, വായൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഹാർട്ടിനും ഒരു നോർമൽ അനാറ്റമി ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ കുഞ്ഞ് വയറിൽ ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ മദറിനുള്ള എന്തെങ്കിലും ഡിസീസസോ അല്ലെങ്കിൽ ഡ്രഗ് എക്സ്പോഷറോ വൈറസ് ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ കൊണ്ട് കുട്ടികളുടെ ആ അനാറ്റമി തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാം. അപ്പോൾ ഈ 4 ചേമ്പർ ഇരിക്കുന്നതിന് വരെ 3 ഇരിക്കാം. രക്തക്കുഴലുകൾ ലെഫ്റ്റിൽ നിന്ന് വരുന്നത് റൈറ്റിൽ നിന്ന് വരാം. ഈ ബാഡ് ബ്ലഡ് വരുന്ന സ്ഥലത്ത് ഗുഡ് ബ്ലഡ് വന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ട്. അത് വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. യൂഷ്വലി സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സർജറി വഴി കറക്റ്റ് ചെയ്യാം. ചിലത് സർജറി വഴി കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കുട്ടിയുടെ ജീവിതം നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാനും മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി എന്ത് രീതിയിൽ അനാറ്റമിയെ മാറ്റാമെന്ന് നിശ്ചയിച്ചിട്ട് അത് സർജറി വഴി ചെയ്യാറുണ്ട്. ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കാണ് നമ്മൾ പൊതുവേ കേൾക്കുന്ന അസുഖം. അതല്ലാതെ ഈ ഹൃദയത്തിൻ്റെ വാൽവിന് അസുഖം വരുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് പറയാമോ? ഹാർട്ടിന് നേരത്തെ പറഞ്ഞ പോലെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡുണ്ട്. ലെഫ്റ്റ് സൈഡാണ് ഗുഡ് ബ്ലഡിനെ നമുക്ക് ബോഡിയിലെ എല്ലാ സ്ഥലത്തും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴും അത് ലങ്സിൽ നിന്ന് നല്ല പ്യുവർ ബ്ലഡിനെ റിസീവ് ചെയ്തിട്ട് തിരിച്ച് ഫ്രണ്ടിലോട്ട് അയോട്ട വഴി എല്ലാ ഓർഗൻസിലോട്ടും പമ്പ് ചെയ്ത് വിടുന്നു. ഓർഗൻസിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്തിട്ടുള്ള ബ്ലഡ്, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ, അത് ലങ്സിൽ എത്തുന്നു. ഈ ഹാർട്ടിലോട്ട് റൈറ്റ് സൈഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് ലങ്സിലോട്ട് പ്യൂരിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മുടെ യൂഷ്വലി ഒരു സൈക്കിള്. ഇതിങ്ങനെ ഒരു 1 way ആയിട്ട് പോകേണ്ടതാണ്. പോയ ബ്ലഡ് തിരിച്ച് വരാൻ പാടില്ല. എല്ലാം ഒരു ഫ്രണ്ടിലോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു ട്രാക്കാണ്. അപ്പോൾ നമ്മൾ ഹാർട്ടിൽ നിന്ന് പ്യുവർ ബ്ലഡ് ലങ്സിൽ നിന്ന് പ്യുവർ ബ്ലഡ് ഹാർട്ടിലോട്ട് എത്തിക്കഴിഞ്ഞു. അതിനെ ഫ്രണ്ടിലോട്ട് പമ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ലെഫ്റ്റ് ഏട്രിയം എന്നുള്ള ഈ റിസീവ് ചെയ്യുന്ന ചേമ്പർ ഫ്രണ്ടിലോട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡിനെ കൊടുക്കുന്നു. അത് അങ്ങോട്ട് പോകണമെന്നല്ലാതെ ആ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബാക്കിലോട്ട് തിരിച്ച് വരാൻ പാടില്ല. അതുപോലെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോട്ടയിലോട്ട് കൊടുക്കുന്നു. അയോട്ട ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് അയോട്ടയിൽ പോകാവുള്ളൂ, അയോട്ടയിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഈ 4 ചേമ്പറിലും 4 മെയിൻ വാൽവുകളുണ്ട്. അതാണ് ഈ തിരിച്ച് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്ത് ബ്ലഡ് അങ്ങോട്ട് വിടുകയും തിരിച്ച് ഇത് വരാതിരിക്കുന്ന സമയത്ത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വാൽവുകൾക്ക് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ either അത് വാൽവ് ചുരുങ്ങിയിട്ട് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യാതിരിക്കാം, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാതിരുന്നിട്ട് ബാക്ക്വേർഡ് ലീക്ക് ഉണ്ടാകാം. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവാം, റൈറ്റിലും ഉണ്ടാവാം. നമ്മൾ റൈറ്റിലുണ്ടാകുന്ന ലീക്കുകളും മറ്റും വലിയ പ്രോബ്ലം പേഷ്യൻസിന് ഉണ്ടാക്കത്തില്ല. ചില ആൾക്കാർക്ക് ഉണ്ടാവാം. പക്ഷേ നമ്മൾ മോർ കൺസേൺഡ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള വാൽവാണ്. അപ്പോൾ അതിൽ മൈട്രൽ വാൽവുണ്ട്, അയോട്ടിക് വാൽവുണ്ട്. അപ്പോൾ മൈട്രൽ വാൽവിലും ചുരുക്കം ഉണ്ടാവാം, ലീക്കും ഉണ്ടാവാം. അയോട്ടിക് വാൽവിലും ചുരുക്കവും ലീക്കും ഉണ്ടാവാം. അപ്പോൾ ഇതിന് യൂഷ്വലി നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് മുന്നേ തൊട്ട് ഫോളോ ചെയ്യുന്നത്. വാൽവ് ഒരു സിവിയറായിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് സർജിക്കലി വേറെ വാൽവ് വയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉള്ള നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ അയോട്ടിക് വാൽവ് വളരെ ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ബലൂൺ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് വെളിയിൽ നിന്നൊരു വാൽവ് അവിടെ ഇംപ്ലാന്റ് ചെയ്യാം. ഹാർട്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ ടാവി എന്നുള്ള പ്രൊസീജിയർ വഴി ഇംപ്ലാന്റ് ചെയ്യാം. അതേപോലെ തന്നെ മൈട്രൽ വാൽവിനും ലീക്കേജ് ഉണ്ടെങ്കിൽ വാൽവ് റിപ്പയർ ചെയ്യുകയോ മാറ്റി വയ്ക്കുകയോ ചെയ്യുന്നതിന് പകരം അതിനെ മൈട്രൽ വാൽവിനെ നമുക്ക് പെർക്യൂട്ടേനിയസ് ആയിട്ട് തന്നെ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോഴുണ്ട്. ഡോക്ടർ, അതുപോലെ കേട്ടിട്ട് ഈ ഹാർട്ടിൻ്റെ റിഥം
ത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഹാർട്ട് ബീറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, അത് എത്രത്തോളം അഡ്രസ്സ് ചെയ്യേണ്ടത്? ഹാർട്ട് ബീറ്റിന് 2 രീതിയിലുള്ള റിതം ഡിസ്റ്റർബൻസ് വരാം. ഒന്ന്, വളരെ സ്ലോ ആയിട്ട് ഹാർട്ട് അടിക്കുന്നു. നോർമലി ഉള്ള ഒരാൾക്കൊരു 60നും 100നും ഇടയിലായിരിക്കും ബീറ്റിംഗ് വരുന്നത്. അതിന് പകരം വളരെ സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്യുന്നു. അതിനാണ് ബ്രാഡി അറിത്മിയാസ് എന്ന് പറയുന്നത്. പിന്നെ വളരെ സ്പീഡിൽ, താളം തെറ്റി വളരെ ഹൈ സ്പീഡിൽ അടിക്കുന്നു. അതിനെ ടാക്കി അറിത്മിയാസ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇപ്പോൾ രണ്ടിലും ഒരുപാട് ഡയഗ്നോസുകളുണ്ട്, അത് കൂടുതൽ ഡീറ്റെയിൽഡായി പോവും. അപ്പോൾ ഈ ബ്രാഡി അറിത്മിയ എന്ന് പറയുന്ന ഹാർട്ട് ബീറ്റ് കുറയുന്ന അസുഖവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പേഷ്യൻ്റ് ഹാർട്ട് നേരെ പമ്പ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് റിക്വയർഡ് എമൗണ്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തലച്ചോറിന് ബ്ലഡ് ഇല്ലാതെ ആൾ കുഴഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ ബോധക്കേടുണ്ടാകുന്നു, തലകറക്കം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന് ചിലപ്പം പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ വേണ്ടി വരാം. അതുവഴി ഹാർട്ട് ബീറ്റ് കൂട്ടാനും തലച്ചോറിലോട്ടും മറ്റ് ശരീരഭാഗങ്ങളിലും രക്തം എത്തിക്കാനും വേണ്ടി. ഈ ടാക്കി അറിത്മിയാസ് എന്ന് പറയുന്ന സ്പീഡായിട്ട് അടിക്കുന്ന, അത് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അതിൽ. അപ്പോൾ അത് ECG മറ്റ് ടെസ്റ്റുകളൊക്കെ എടുത്തിട്ട് അതിലെന്ത് ടൈപ്പിലുള്ളതാണെന്ന് നോക്കിയിട്ട് അത് മരുന്ന് വഴി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മരുന്ന് വഴി കൺട്രോൾ ചെയ്യും. അതല്ല, ചിലപ്പോൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുവഴി ഇത് എവിടെയാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് നോക്കിയിട്ട് നമ്മളൊരു റേഡിയോ ഫ്രീക്വൻസി വേവ്സ് കൊടുത്ത് അതിന് ആ ഭാഗത്തിന് കരിച്ച് കളഞ്ഞിട്ട് അത് ട്രീറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചിലതിനും വളരെ സ്പീഡിൽ ഹാർട്ട് ബീറ്റ് വന്നിട്ട് പേഷ്യൻ്റ് കുഴഞ്ഞു വീഴുന്ന കണ്ടീഷൻസ് ഉണ്ട്. വെൻട്രിക്കുലർ ടാക്കികാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഇങ്ങനെയുള്ളത്. ഇതാണ് പ്രോബ്ലം എങ്കിൽ നമുക്ക് ഇത് ഒരു മെഷീൻ ഇംപ്ലാന്റ് ചെയ്ത്, ഈ പേസ് മേക്കർ പോലെ തന്നെ ഒരു മെഷീൻ ഇംപ്ലാന്റ് ചെയ്ത് ഇത് ഹാർട്ട് ബീറ്റിനെ മോണിറ്റർ ചെയ്തിട്ട് ഇത് സ്പീഡിൽ അടിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അത് തന്നെ ഒരു കറണ്ട് ഇൻറ്റേർണലി കൊടുത്ത് ഇതിന് ഹൃദയത്തിനെ നോർമലാക്കും. അതിന് ഇംപ്ലാന്റബിൾ കാർഡിയാക് ഡീഫിബ്രിലേറ്റർ എന്ന് പറയും, ICD എന്നുള്ള. അങ്ങനത്തെ ചികിത്സകളുണ്ട്. അപ്പോൾ ഇത് എന്താണ് പ്രോബ്ലം, റേറ്റ് കുറയാനുള്ള കാര്യം എന്താണ്, റേറ്റ് കൂടാനുള്ള കാര്യം എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പല രീതിയിലാണ് ചികിത്സിക്കുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ ഏത് കണ്ടീഷൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത് ഏത് കണ്ടീഷനിലാണ്? ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പൊതുവേ നമ്മൾ ഹാർട്ട് പമ്പിങ് തീരെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ, അതായത് ഹാർട്ട് ഫെയിലുവറിൻ്റെ എൻഡ് സ്റ്റേജ്, നമ്മൾ ആദ്യമൊക്കെ മരുന്ന് കൊടുക്കുന്നു, ഈ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് പോലെ ചികിത്സ കൊടുത്ത് ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യുന്നു. അങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടും ചിലവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ ഗ്രാജുവലി ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലുവറിലോട്ട് പോകും. പക്ഷേ അവർക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റത്തില്ല, ഫുൾ കിടക്കയിലായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല, അവരൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് റിസീവ് ചെയ്യാൻ പറ്റിയ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ട്രാൻസ്പ്ലാന്റേഷന് പറ്റിയ പേഷ്യൻസാണ്. അവരെയാണ് നമ്മളിപ്പോൾ കോമൺലി എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലുവറായിട്ടുള്ള പേഷ്യൻസാണ് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിലോട്ടുള്ള ഇപ്പോഴത്തെ കൂടുതൽ ആൾക്കാരും കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ഈ കുട്ടികളുടെ ഇത് സംസാരിച്ച പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺജനിറ്റൽ അസുഖങ്ങളുള്ളവർക്ക്, അവർക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആൾക്കാർക്കും ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒരു ഓപ്ഷനാണ്. പക്ഷേ അത് വളരെ ചുരുക്കം ചില ആൾക്കാർക്കേ പറ്റുള്ളൂ, എല്ലാവരും അതിനെ പറ്റിയ കാൻഡിഡേറ്റ് അല്ല. ഓക്കെ ഡോക്ടർ, ഈ ജനറ്റിക് ഫാക്ടേഴ്സ് കാർഡിയാക് ഡിസീസിന് കാരണമാകാറുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ പ്രഷർ, ഷുഗർ, ഇതൊക്കെ നമുക്ക് വെളിയിൽ മെഷർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതല്ലാതെ ജനറ്റിക്കായിട്ട് ചില ഫാമിലിയിൽ നമ്മൾ നോക്കിയാൽ അറിയാം, അവർക്ക് 3-4 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്റ്റെൻറ്റ് ഇട്ടവരായിരിക്കും, അതിൽ 1-2 പേര് ബൈപ്പാസ് ചെയ്തവരായിരിക്കും, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് കാണും. അപ്പോൾ ഓരോ ജനറേഷൻ കഴിയും തോറും ഈ ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഡിസീസും ഉണ്ടാകുന്നതിൻ്റെ ഏജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ അപ്പൂപ്പന് ഏത് ഏജിലാണോ വന്നത് അതിനെയും കാട്ടി ഒരു 10-15 ഇയേഴ്സ് മുന്നേ ആയിരിക്കും അച്ഛന് വന്നത്, അടുത്ത ജനറേഷനിൽ പിന്നെയും ഒരു 10-15 ഇയേഴ്സ് മുന്നേ ആയിരിക്കും വന്നത്. അപ്പോൾ ഇതുപോലെ ജനറ്റിക്കായിട്ട് ചില ഫാമിലിയിൽ അവർ പ്രോണാണ്, അവരുടെ കൊളസ്ട്രോൾ ലെവൽസ് ഹൈ ആയിരിക്കാം, ഇതുപോലെ ആത്രോസ്ക്ലിറോസിസ് സംഭവിക്കാനുള്ള സാധ്യത ഹൈ ആയിരിക്കാം. അപ്പോൾ അത് ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി. അത് പക്ഷേ എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ജനറ്റിക് ഫാക്ടേഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഡോക്ടർ, ഒരുപാട് പേഷ്യൻസിനെ കണ്ട പെട്ടെന്ന് വരുന്നതാവാം, അല്ലാതെ വയസ്സായി വരുന്നതാവാം, കുഞ്ഞു കുട്ടികൾ, എല്ലാവരെയും കണ്ട ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഇപ്പോൾ നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനോട് ഡോക്ടർക്കൊരു പറയാനുള്ളൊരു കാര്യം എന്താണ്? നിങ്ങളുടെ ഹൃദയം സുന്ദരമായി സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ ഇന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചേക്കോ എന്ന് പറയാനുള്ളൊരു അഡ്വൈസ് എന്താ? നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഡയറ്റ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ല, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർബോഹൈഡ്രേറ്റ് ഹൈ ആയിട്ടുള്ള ഡയറ്റ് ഒഴിവാക്കുക. അപ്പം നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് അറ്റ്ലീസ്റ്റ് ഒന്ന് ചാർട്ട് ചെയ്ത് നോക്കുക. നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം
എന്തൊക്കെ കഴിച്ചു, ഇടയ്ക്ക് എന്തൊക്കെ സ്നാക്സ് കഴിച്ചു. അപ്പോൾ ഇതെല്ലാം ചാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ദിവസം എത്രത്തോളം അൺഹെൽത്തി ഫുഡാണ് നമ്മൾ കഴിച്ചിരിക്കുന്നതെന്ന്. ഒരിക്കലെങ്കിലും എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി ഡയറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും പ്രോട്ടീനിൻ്റെ അളവ് കൂട്ടുകയും മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയും പിന്നെ നമ്മുടെ എക്സസൈസ് ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 150 മിനിറ്റ്സാണ് വേൾഡ് ഹാർട്ട് അസോസിയേഷനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീക്കിൽ നമ്മൾ ചെയ്യേണ്ട എക്സസൈസ്. അതായത് നിങ്ങളൊരു 30 മിനിറ്റ്സ് വെച്ച് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 5 days in a week എങ്കിലും 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് സമയമില്ല എന്ന് ഒരു എക്സ്ക്യൂസ് പറയരുത്. അപ്പോൾ നമുക്ക് ലോങ് ടേമായിട്ട് നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്, ഫാമിലി ലൈഫ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക. പലവരോടും ചോദിക്കുമ്പോൾ വളരെ തിരക്കാണ്, സമയമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ജോലി ഈ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു അറ്റ്ലീസ്റ്റ് 30 to 45 മിനിറ്റ്സ് ഡെയിലി വാക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോംസ് ഓഫ് എക്സസൈസ്, ഡാൻസോ സുംബയോ, നിങ്ങൾ എന്താണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം ചെയ്യുക. പിന്നീട് സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കുക. നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ ലോകത്ത്. നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഒരു മോങ്കിനെ പോലെ ഇതെല്ലാം വിട്ട് മാറി നിൽക്കണം. അത് പറ്റത്തില്ല. നമ്മൾ ഈ വേൾഡിൽ ഇറങ്ങി ഇതുവരെ ഇടയിൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെസ്സ് വരും. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പഠിക്കുക. സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക. ഒരു ക്രോണിക് സ്ട്രെസ്സിലോട്ട് പോകാതിരിക്കുക. നമ്മളങ്ങനെ ആ ഒരു ലെവലിലോട്ട് പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത് നമ്മുടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ റൊട്ടീനിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ റീജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം കണ്ടെത്തുക. നമുക്ക് തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ ഹെൽത്തി ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു അൺഹെൽത്തി സ്റ്റേജിലോട്ട് പോകുന്നു മെൻ്റലി ആൻഡ് ഫിസിക്കലി എന്ന് തോന്നുമ്പോൾ ഒരു കോമയോ ഫുൾ സ്റ്റോപ്പോ ഇടേണ്ട സ്ഥലത്ത് ഇടുക. അതിനൊരു മടി കാണിക്കരുത്. ഓക്കെ, ഒരുപാട് നന്ദി ഡോക്ടർ. ഈ തിരക്കിനിടയിലും ഇവിടെ വന്നു നമ്മളോട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. നന്ദി.